എനിക്ക് പോണം, അപ്പുവിന്റെ അടുത്ത് പോണം. മുത്തശ്ശി ഞാൻ പൊക്കോട്ടെ, എനിക്ക് അപ്പുവിനെ കാണണം. അമ്മ ഇപ്പൊ എന്തോ ആയിക്കോട്ടെ, നാളെ ഓപ്പറേഷൻ ആ കുട്ടിക്ക്. അവന്റെ ഒരു ആഗ്രഹമല്ലേ, അതുകൊണ്ട് ഇക്കാര്യത്തിൽ അമ്മ തടസ്സം പറയരുത്. ഇവൾ ഈ കുടുംബത്തോടും അമ്മയോടും ചെയ്ത ദ്രോഹങ്ങളൊക്കെ ഓരോന്നോരോന്നായി അമ്മയ്ക്ക് ഓർമ്മയുണ്ടെങ്കിൽ ശ്രീകുട്ടിയെ ഇവൾക്കൊപ്പം വിടത്തില്ല. ഐശ്വര്യ അല്ല ഇതൊന്നും തീരുമാനിക്കുന്നത്. അല്ല, അമ്മയാണ്. അമ്മയ്ക്ക് എല്ലാം ഓർമ്മയുണ്ട്. ഒന്നും ഒരിക്കലും മറക്കാനും ക്ഷമിക്കാനും പറ്റില്ല, അല്ലേ അമ്മ? മുത്തശ്ശി, ഞാനും കൂടെ ക്ഷമിച്ചിട്ട് കൂടെ പൊക്കോട്ടെ, എനിക്ക് അപ്പുവിനെ കാണണം. പ്ലീസ് മുത്തശ്ശി, പ്ലീസ് പ്ലീസ് മുത്തശ്ശി, മുത്തശ്ശി പ്ലീസ്. അമ്മ, പലരും പലതും പറയും. മനസ്സ് പതറി പോവരുത്. ഇവിടെ ഒരു സെന്റിമെന്റ്സിന്റെയും കാര്യമില്ല. പഴയതൊന്നും ഞാൻ മറന്നിട്ടില്ല. ആ ദ്രോഹങ്ങൾ ഒരിക്കലും മറക്കുകയില്ല. പക്ഷേ ഇപ്പൊ ഒരു കൊച്ചുകുട്ടിയുടെ കാര്യ, അതിന് സുഖമില്ലാത്തതാ. അവന്റെ ആഗ്രഹമല്ലേ, അതിന് തടസ്സം നിന്നാ അവര് മനുഷ്യരല്ല. മോളെ കൊണ്ടുപോകുന്നൊക്കെ കൊള്ളാം, കൃത്യസമയത്ത് തിരിച്ചിവിടെ എത്തിച്ചേക്കണം. അതാരും മറക്കണ്ട. ശരിയമ്മേ, രാത്രി തിരിച്ചു വരുന്ന വഴി ഞാൻ ശ്രീകുട്ടി ഇവിടെ കൊണ്ടുവന്ന് ആക്കിക്കോളാം. വലിയ ഉപകാരം അമ്മേ. ആരുടെ ഉപകാരവും നന്ദിയൊന്നും എനിക്ക് വേണ്ട. ഇപ്പോ ആ മോന്റെ കാര്യങ്ങൾ നടക്കട്ടെ. ഞാൻ ഇപ്പൊ പോവാ. വൈകിട്ട് ഞാൻ ശ്രീകുട്ടിയെ വന്ന് വിളിച്ചോളാം. മോളെ, പോട്ടെ. ശരി ചേച്ചി. ശരി. അമ്മ ഇത് എന്ത് മണ്ടൻ തീരുമാനം എടുത്തത്? ഇങ്ങനൊരു സന്ദർഭം വരുമ്പോഴല്ലേ അവളോട് നമുക്ക് പകരം വീട്ടാൻ പറ്റുക. ഐശ്വര്യ, എന്താ നിന്റെ ഉള്ളില്? മനസ്സെന്നൊരു സാധനം ഇല്ലേ? കഷ്ടം. ശ്യാമയുടെ തക്ക സമയത്ത് പ്രതികാരം തീർക്കണം എന്നുള്ളതാ ഞാൻ പറഞ്ഞത്. എന്നിട്ട് അമ്മ എന്താ അങ്ങനെ പറഞ്ഞിട്ട് പോയത്? ശ്യാമ വലിയ സെലിബ്രിറ്റിയും പണക്കാരിയായപ്പോ അമ്മയുടെ മനസ്സും അവളിലേക്ക് ചാഞ്ഞു. ആദ്യട്ടാ, ഒന്ന് നിന്നെ. നമുക്കും ഇന്ന് വൈകിട്ടൊരു സ്ഥലം വരെ പോണം. എവിടേക്ക്? അത് സീക്രട്ടാ, നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. മനസ്സിലായില്ല. എനിക്ക് ചില സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ ഇന്ന് തന്നെ തീർക്കണം. അതിന് കഴിയുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. സംശയങ്ങളോ? എന്ത് സംശയങ്ങള്? ഒരാൾമാറാട്ടം, അതും അരുണിന്റെയും ഐശ്വര്യയുടെയും ജീവിതം തകർക്കുന്ന തരത്തിലുള്ള ഒരാൾമാറാട്ടം. അത് സത്യമാണെന്ന് ഇന്ന് നമുക്കറിയണം. നീ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഒരു കാര്യവും വെറുതെ പറയാറില്ലെന്ന് ആദ്യേട്ടന് ശരിക്കറിയാലോ. ഇത് വെറും സംശയമല്ല. ഞാൻ ഉദ്ദേശിക്കുന്ന ആള് തന്നെ ആ പർദ്ദയ്ക്കുള്ളിലുള്ളത്. നീ അങ്ങും ഇങ്ങും തൊടാതെ ഇങ്ങനെ പറയുന്നത് എന്തിനാ? തെളിച്ചു പറ. എല്ലാം ഞാൻ ആദ്യേട്ടനോട് പറയാം. ശ്രീകുട്ടി ബീച്ചിലെത്തുമെങ്കിൽ ഉറപ്പായും അവളും അവിടെ എത്തും. അവിടെ വെച്ച് നമുക്ക് അവളെ പിടിക്കാം.
ബീച്ചിൽ ആര് വരുമെന്നാ? ആരാ അങ്ങനെ ആൾമാറാട്ടം നടത്തി അവിടെ വരാൻ? തെളിച്ചു പറയേ. അത് ഇതെങ്ങനെ വിട്ടാ പറ്റില്ല. നമ്മളും ഇന്ന് ശ്യാമ പറഞ്ഞ ബീച്ചിലുണ്ടാവും, ഉറപ്പ്. കൃഷ്ണ, ഞാൻ നിന്റെ ശ്യാമയാ. നീയാ കൃഷ്ണ എന്നെ വലിയ പാട്ടുകാരിയാക്കിയത്. അയ്യോ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ, എന്റെ മോള്. ശ്ശെ. നീ എനിക്ക് 75 ലക്ഷം രൂപയാ നേടിത്തന്നേ. ഞാൻ ധന്യായി. നിന്റെ ശ്യാമ ധന്യായി കൃഷ്ണ. കണ്ടോ ഐശ്വര്യ, ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയതാ ഈ മാലകെട്ടും പൂജ. ഇന്നേ ദിവസം പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല. ഞാൻ എന്ത് പറഞ്ഞാലും ശ്രദ്ധിക്കില്ല. പ്രാർത്ഥനയോടെ പ്രാർത്ഥനയാ. ഇപ്പൊ ശ്യാമയായിട്ടാ ജീവിക്കുന്നതെന്ന് തോന്നുന്നു. അരുന്ധതി എന്നെ വിളിച്ച കാര്യം പറഞ്ഞപ്പോ ഇവിടെ ഇത്രയും പ്രശ്നമാണെന്ന് ഞാൻ കരുതിയില്ല. ചെറിയൊരു മനസ്സിളക്കം, അത്രേ ഞാൻ കരുതിയുള്ളൂ. കൃഷ്ണ നാരായണ, ഇനി എന്താ ചെയ്യണ്ടെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല ഐശ്വര്യ. എന്തായാലും നല്ലൊരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കുന്നതാ നല്ലത്. അപ്പൊ എന്റെ മോൾക്ക് ഭ്രാന്താണോ? അയ്യോ അയ്യോ. അരുന്ധതി, മനസ്സിന്റെ ചെറിയൊരു പ്രശ്നമാകും. എന്താന്ന് പറയാൻ നമുക്കറിയില്ലല്ലോ. എന്നാലും എന്റെ മോള്. അയ്യോ. സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമില്ല. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി അതിനുള്ള പരിഹാരം അതാ ചെയ്യേണ്ടത്. അല്ല, ഇവളുടെ ഇപ്പോഴത്തെ കൃഷ്ണഭക്തി കാണുമ്പോ എനിക്കൊരു സംശയം തോന്നുക. എന്ത് സംശയം? അല്ല, കൃഷ്ണന്റെ തിരുവാഭരണം അല്ലേ മോഷ്ടിക്കാൻ നിങ്ങൾ രണ്ടാളും ഒന്ന് കൂട്ടുനിന്നേ? ഇനി അതിന് ഭഗവാന്റെ കോപമായിരിക്കും ഇത്. ഹേ ഭഗവാനെ, അങ്ങനെയൊന്നും ആവരുതേ. ഐശ്വര്യക്കും ഇത് ബാധകോ? അയ്യോ, വെറുതെ പേടിപ്പിക്കാൻ ഓരോന്ന് പറയല്ലേ. പേടിപ്പിക്കാൻ പറഞ്ഞതല്ല, ഐശ്വര്യം സൂക്ഷിക്കണം. കൃഷ്ണ, എന്നെ മ്യൂസിക് ഷോയിലെ ഫൈനലിൽ ജയിപ്പിച്ചില്ലേ? എനിക്ക് 75 ലക്ഷം രൂപ തന്നില്ലേ? നിനക്ക് ഞാൻ 100 പവന്റെ സ്വർണ്ണാഭരണം സമർപ്പിച്ചേക്കാം കൃഷ്ണ. നമ്മളെ കൊണ്ട് പറ്റാത്ത നേർച്ചകൾ നേരല്ലേ മോളെ. നിന്റെ ശ്യാമയാ കണ്ണ, നിനക്ക് ഞാൻ 100 പവൻ സമർപ്പിക്കാവേ. അരുന്ധതി, ഇനി ഇത് വെച്ച് താമസിപ്പിക്കണ്ട. ഉടൻ തന്നെ ഒരു ഡോക്ടറെ കാണണം. എന്റെ മോള്.
അപ്പുവേട്ടാ വാ നമുക്ക് കളിക്കാം, നല്ല രസാ. അയ്യോ മോളെ വേണ്ട, മോള് പോയി കളിച്ചോ. അപ്പോഴിന് ഇവിടെ നിന്ന് കണ്ടോളും കേട്ടോ, അത് മതി. ഉം? നമ്മളെല്ലാം മേടിച്ചില്ലേ? ആ മേടിച്ചു. അപ്പൊ നല്ല സന്തോഷത്തില. അതെ, ഫുഡ് കഴിക്കാം. ഫുഡ് റെഡി, കഴിക്കാം. മോളെ അപ്പുവേട്ടനെ കൂടെ വിളിച്ചോണ്ടോ, ഫുഡ് തണുത്തു പോകും. വാ അപ്പു വാ വാ അപ്പുവേട്ടാ. വാ മോനെ, മോള് വാ വാ ഇരിക്കെ മോനെ ഇരിക്കല, ഇരിക്കേ. മോളിരിക്കെ. അപ്പോ എടുത്തു കഴിച്ചോ. ഒരു സന്തോഷമായോ? ആ, കുടിക്കും എന്നാ കുടിക്കാമേ. ഇവിടെ വെക്കുന്നേ. ശ്യാമ, നമ്മൾ എന്തിനാ ഇവിടെ വന്നേ? അച്ഛാ, ആ സ്പൂൺ അപ്പുവിന്റെ സന്തോഷത്തിനാ. അത് മറന്നോ? കഴിക്കും മോനെ. ഇപ്പൊ ഇങ്ങനെ ആയ പറ്റുമോ? ശരിയാ, ചേച്ചി പറഞ്ഞ ശരിയാ. നീ ആ മുഖമൊക്കെ തുടച്ചേ. അവന്റെ മുന്നിൽ സന്തോഷത്തോടെ ഇരിക്ക. വാ ഇതാ ഇത് മോക്ക് കൊടുക്ക. കഴിക്കും മോനെ. കഴിച്ചോ നമ്മളെ മോനിതാ ഈ സ്പൂൺ വെച്ച് കഴിച്ചു. ചേച്ചി കഴിച്ചു. എന്നാ കഴിച്ചു. ആദ്യേട്ടാ, ഞാൻ പറഞ്ഞത് ശരിയായില്ലേ? ആ ജാസ്മിൻ അശ്വതിയാ. ആദ്യേട്ടാ, ഇപ്പൊ ആരെ വിളിക്കാൻ പോവാ? അമ്മേ, ആദ്യേട്ടാ 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 വേണ്ട. ആദ്യേട്ടാ പറയുന്നു കേൾക്ക്. ആദ്യേട്ടാ ഇപ്പൊ ഇത് അമ്മയെ അറിയിക്കണ്ട. ആദ്യേട്ടാ പ്ലീസ്. ആദ്യേട്ടാ ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക്. അമ്മ ഇപ്പൊ അശ്വതിയുടെ കാര്യം അറിഞ്ഞ അത് പ്രശ്നമാവും ആദ്യേട്ടാ. പ്രശ്നമാവണം. ആരും അവളെ ഓഫീസിലെ സ്റ്റാഫായിട്ട് കയറ്റിയത് ശരിയല്ലല്ലോ. ഇനി വൈകിക്കൂടാ. അമ്മയോട് പറഞ്ഞിട്ട് അവളെ അവിടെ നിന്ന് ഇറക്കി വിടണം. അഖിലും ശ്യാമയും അശ്വതിക്ക് ഒത്താശ ചെയ്യുക. അതിപ്പോ എനിക്ക് ബോധ്യമായി. അങ്ങനെ ആവില്ല. എല്ലാം നമുക്ക് സമാധാനമായിട്ട് ആലോചിച്ച് വേണ്ടത് ചെയ്യാം. അത് മതി. ഇനി എനിക്ക് ക്ഷമിക്കാനാവില്ല അമൃതേ. ആദ്യമായിട്ട് തന്നെ ഓർത്തെ. ഐശ്വര്യയുടെ കാര്യം ശരിയാ. സത്യത്തിൽ അശ്വതി അരുണും തെറ്റുകാരാണോ? എന്തൊക്കെയോ തെറ്റിദ്ധാരണയുടെ പേരിൽ അവരുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആയതല്ലേ ആദ്യേട്ടാ. എന്ന് കരുതി ഞാനിതിനെ ന്യായീകരിക്കില്ല. ഐശ്വര്യയുടെ കാര്യം തന്നെ നമുക്കിപ്പോ പ്രധാനം. എടുത്തു ചാടി അമ്മയോട് പറഞ്ഞ് അശ്വതിയെ നമ്മളെ ഇറക്കി വിട്ട അവള് പോലീസിന്റെ പിടിയിലാവും. അശ്വതിയുടെ കാര്യം പോട്ടെ, നമ്മൾ ആ മോളെ ഓർക്കണ്ടേ? ശ്രീകുട്ടി. ആ മോൾക്ക് അത് വിഷമാവില്ലേ? പാവ ശ്രീകുട്ടി. ഇതിനെല്ലാം ആ കുഞ്ഞെന്ത് പഴച്ചു? എല്ലാത്തിനും ഒരു സാവകാശം വേണം. എന്തായാലും വരാനുള്ളത് വന്നു. നമുക്ക് അശ്വതി ഓഫീസിൽ നിന്ന് മാറ്റാം. പക്ഷെ അത് ശ്രീകുട്ടിയെ വേദനിപ്പിക്കുന്ന തരത്തിലാവരുത്. എന്തായാലും നാളെ അപ്പുന്റെ ഓപ്പറേഷൻ അത് കഴിയട്ടെ.
അപ്പൊന്ന് സുഖമാവട്ടെ. നമുക്ക് അഖിയോടും ശ്യാമയോടും പറഞ്ഞു തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം. അതാ നല്ലത്. അത് മതി ആദ്യേട്ടാ. ശ്രീകുട്ടിയുടെ സന്തോഷം നമ്മളായിട്ട് വെറുതെ നശിപ്പിച്ച് കളയണ്ട. വാ ആദ്യേട്ടാ, ഇപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോവാം. എന്താ വേണ്ടത് നമുക്ക് പിന്നെ തീരുമാനിക്കാം. അങ്ങനെ. എന്തായാലും എൻ്റെ ആഗ്രഹം ക്ഷമിച്ച് സാധിച്ചു തന്നല്ലോ. എൻ്റെ ക്ഷമജി മ്യൂസിക് ഷോയിൽ വിജയിക്കണം എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അതും എനിക്ക് കാണാൻ പറ്റി. ഇപ്പം എല്ലാവരുമായിട്ട് ഒത്തൊരുമിച്ച് കുറേ സമയം സന്തോഷിക്കാനും പറ്റി. എൻ്റെ ആഗ്രഹം എല്ലാം തീർന്നു ക്ഷമിച്ച്. ഇനി എനിക്ക് മരിച്ചു പോയാലും പ്രശ്നമില്ല. അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. അപ്പു വിഷമിക്കണ്ട കേട്ടോ. അപ്പൂനൊന്നും സംഭവിക്കില്ല. നമ്മുടെ കണ്ണൻ കൂടെയുണ്ട്. വിഷമിക്കണ്ട അപ്പു. സാക്ഷാൽ കൃഷ്ണൻ നമ്മുടെ മനസ്സിലാവുള്ളേ. അപ്പൊ നമ്മൾ പേടിക്കുന്ന എന്തിനാ? അപ്പുവിന്റെ ഉള്ളിലുള്ള ആ ദൈവം ഉണ്ടാവും കൂടെ. ഒരിക്കലും കണ്ണൻ അപ്പുവിനെ കൈവിടില്ല. മോനെ നാളെ വെളുപ്പിനെ എഴുന്നേക്കേണ്ടതാ. മോൻ കിടന്നോ? കിടന്നോ? കിടന്നു. പതുക്കെ. ആ, കാല് താ. കണ്ണനെ പ്രാർത്ഥിച്ച് മോൻ ഉറങ്ങിക്കോ കേട്ടോ. അച്ഛനും കൂടി ഇങ്ങനെ ആയാ പിന്നെ എനിക്കും അമ്മയ്ക്കും പിടിച്ചു നിൽക്കാൻ പോലും പറ്റില്ല. മോളെ, എന്നാലും എൻ്റെ അപ്പു. അച്ഛ സങ്കടപ്പെടാതെ പ്രാർത്ഥിക്കണം. മനമുരുകി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കൂടെ സാക്ഷാൽ കൃഷ്ണനുണ്ട്. എന്റെ കണ്ണൻ എന്റെ അപ്പനെ കാത്തോളും. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എന്നാലും നമ്മുടെ എന്റെ കണ്ണ, എന്റെ അപ്പുവിനെ നിന്റെ കയ്യില. കൈവിടല്ലേ കൃഷ്ണ.
അപ്പു ഓക്കെ അല്ലേ? ആ അപ്പൊ നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോവാം. ഉം. ഡോക്ടർ എന്താ അപ്പു? ഡോക്ടർ എനിക്ക് ഹൃദയം തുറന്നുള്ള ഓപ്പറേഷനാ അല്ലേ? അതെ, ഓപ്പൺ ഹാർട്ട് സർജറിയാ. പക്ഷെ അപ്പു ഒന്നുകൊണ്ട് പേടിക്കണ്ട കേട്ടോ. അപ്പുനൊരു ഇഞ്ചക്ഷൻ തരും, അപ്പു മയങ്ങും. പിന്നെ ഒന്നും അറിയില്ല കേട്ടോ. പെട്ടെന്ന് ഓപ്പറേഷൻ കഴിയും. വേദന ഒന്നും ഉണ്ടാവില്ല. അപ്പു കണ്ണു തുറക്കുമ്പോഴേക്കും എല്ലാം നോർമലായിരിക്കും. അതല്ല ഡോക്ടറെ, ഓപ്പറേഷനെ പേടിച്ചിട്ടല്ല. എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനാ. എന്താ ചോദിക്ക്. ശ്യാമേച്ചിയും അച്ഛനും ഒക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഈശ്വരൻ ഹൃദയത്തിലാന്നാ. അതെനിക്കും വിശ്വാസമാ. കുറച്ചു കഴിയുമ്പോൾ ഡോക്ടറിന്റെ ഹൃദയം തുറക്കുമല്ലോ. അപ്പോൾ ഹൃദയത്തിനകത്ത് ദൈവം ഉണ്ടാവുമല്ലോ. അപ്പൊ ദൈവത്തിന്റെ രൂപം എന്താന്ന് ഡോക്ടർ ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. എനിക്ക് തിരിച്ച് ഓർമ്മ കിട്ടുമ്പോൾ ഡോക്ടർ ദൈവം എങ്ങനെയാണ്, ഏത് രൂപത്തിലാണെന്നൊക്കെ പറഞ്ഞു തരണം. ഹൃദയം തുറക്കുമ്പോൾ ഞാൻ പറഞ്ഞത് മറക്കല്ലേ ഡോക്ടറെ? ഇല്ല, മറക്കില്ല. ഞാൻ ശ്രദ്ധിച്ചോളാം. എന്നാ ഞാൻ ഓപ്പറേഷൻ റെഡി. ഓക്കെ.